ഹലോ ഫ്രണ്ട്സ്, പറമ്പിക്കുളം യാത്രയുടെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കരിയൻശോല എവർഗ്രീൻ ഫോറസ്റ്റിലൂടെ നടന്നിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ്. ഞങ്ങൾ ഒരു 20 പേരും 2 ഗൈഡുമാരുമുണ്ട്. ഈ ഗൈഡുമാർ നമ്മൾ ഈ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുള്ളായി സൗണ്ട് ഇല്ലാണ്ട് പോകാൻ ശ്രദ്ധിക്കാം. 23 കിലോമീറ്റർ ട്രക്കിംഗ് 73 പ്രാവശ്യം നമ്മൾ പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പക്വത വെച്ചുകൊണ്ട് പോകും, എല്ലാവരും മിണ്ടാതെ പോവുക. പിന്നെ 7 കിലോമീറ്റർ ഉള്ളൂ, നമ്മൾ നേരെ നമ്മളെ ഹട്ടിന്റെ അവിടെയൊക്കെ എത്തും അല്ലേ. നമ്മളെ പറമ്പിക്കുളത്തേക്ക് പ്രവേശിക്കുന്ന കേരള ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ദൂരം വരും ഈ ട്രക്കിങ്ങിന്. ഫുള്ളായിട്ട് നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. കേരളത്തിലെ 2 ടൈഗർ റിസർവുകളാണ് ഉള്ളത്. ഒന്ന് പെരിയാർ ടൈഗർ റിസർവും, രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ്. പഴയ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായി 643.33 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള സംരക്ഷിത മേഖലയാണ്. ലോകത്തിലെ 34 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നുകൂടിയാണിത്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി ഇത് കേരള തമിഴ്നാട് അതിർത്തി കൂടിയാണ്. റൈറ്റ് സൈഡിൽ തമിഴ്നാടും ലെഫ്റ്റ് സൈഡിൽ കേരളത്തിൻ്റെ ഭാഗവുമാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് നല്ല ചൂട് കാലമായതുകൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ വീണിട്ട് ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഇല ഉണങ്ങിയ ഇല ആയതുകൊണ്ട് ഇതിന് നല്ല ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ഓടി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിന് പോകുന്ന ആളുകളോട്, അത് ഇപ്പോൾ പോയി പരിചയമുള്ള ആളുകൾക്കറിയാം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അല്ലാത്തവർ നമ്മളൊരു മൃഗശാലയിലേക്ക് മൃഗങ്ങളെ കാണാൻ പോകുന്ന ഒരു മൈൻഡോട് കൂടിയിട്ട് ഒരിക്കലും കാട്ടിനകത്തേക്ക് വരരുത്. ഇവിടെ അവരുടെ ആവാസ വ്യവസ്ഥയാണ്. നമ്മൾക്ക് പോയാൽ അത് കാണാനുള്ള സാധ്യതകളുണ്ട് എന്നേ ഉള്ളൂ. നമ്മുടെ വരവും നമ്മളുടെ സ്മെല്ലും എല്ലാം ഈ മൃഗങ്ങൾക്ക് സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് അവർക്ക് മാറിപ്പോകാനും ഒക്കെ കഴിയും. മൃഗശാലയിൽ നമ്മൾ കൂട്ടിനകത്ത് ഇട്ട പോലത്തെ ഒരു കാഴ്ച നമുക്കൊരിക്കലും കാട്ടിനകത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഒരു ട്രിപ്പിൽ പോയിട്ട് കടുവേനെയും പുലിനെയും മാനേനെയും ഒക്കെ കാണുന്നത്. പക്ഷേ അതൊക്കെ അവർ 5, 6, 7 ട്രക്കിങ്ങുകളും സഫാരികളൊക്കെ എടുത്തിട്ട് കിട്ടുന്ന വിഷ്വൽസാണ്. അതെല്ലാം കൂടെ അവർ ചേർത്തൊരൊറ്റ വീഡിയോ ആയിട്ട് വരുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഒരുപാട് ജംഗിൾ സഫാരികൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാടും കാടിലെ ആവാസ വ്യവസ്ഥയും അവിടുത്തെ മൃഗങ്ങളും അവരെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പോകുന്നത്. അതിൻ്റെ ഈ കാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മൃഗങ്ങൾ. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാട്ടിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുണ്ട്. ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ നമ്മളെ കൂടെ വരുന്ന ഗൈഡുമാരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചും ഒക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജൈവ വൈവിധ്യത്തിൻ്റെ കണക്കിൽ യുനെസ്കോയുടെ 8 ഹോട്ട്സ്പോട്ടുകളിൽ പെട്ട ഒന്നായ വെസ്റ്റേൺ ഗഡ്സിലെ കരിയൻശോല എവർഗ്രീൻ ഫോറസ്റ്റിലൂടെയാണ്. വന്യജീവികളുടെ സമൃദ്ധിയും പ്രകൃതിയുടെ സൗന്ദര്യവും കണക്കിലെടുക്കുമ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആകർഷകമായ ഭൂപ്രകൃതി തന്നെയാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഇന്ത്യയുടെ കാലാവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ബെൽറ്റാണ് വെസ്റ്റേൺ ഗഡ്സ്. കേരളത്തിലെ പാലക്കാട് ഭാഗത്ത് സമതലമായി കിടക്കുന്ന ഒരു ഗ്യാപ്പ് വെസ്റ്റേൺ ഗഡ്സിനുണ്ട്. ഈ ഗ്യാപ്പ് വഴി കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റിലെ കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നീ ഭാഗങ്ങളിൽ നിന്നടിക്കുന്ന ചൂടുകാറ്റ് പാലക്കാട്ടേക്ക് കയറുന്നത് കൊണ്ടാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ ചൂട് കൂടാൻ കാരണം. പോകുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. പഴയതാണ്, പുതിയതല്ല. അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു അരുവിയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഈ അരുവിയിൽ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി. ഞാൻ പറഞ്ഞല്ലോ, നല്ല ചൂട് സമയത്താണ് ഞങ്ങൾ ഈ ട്രിപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം എപ്പോഴും ആനിമൽ സൈറ്റിങ്ങിന് സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒരു 2 ദിവസം മുമ്പ് വന്നു പോയ കടുവയുടെ ഒരു പക്മാർക്ക് കണ്ടു. അപ്പോൾ ഞങ്ങൾ ആ ഗൈഡ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്.
കണക്ക് പ്രകാരം 37 പരം കടുവകളും 100 പരം ലപ്പേഡുകളും ആന, കരടി അതുപോലെയുള്ള സകല വന്യജീവികളും ഈ കാട്ടിനകത്തുണ്ട്. എല്ലാവരും നടന്ന് ക്ഷീണിച്ച് ഞങ്ങളിങ്ങനെ കുറച്ചൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ആനമല റിസർവ് പറമ്പിക്കുളം ഭാഗത്തെല്ലാം റോസ്വുഡ് മരങ്ങളും തേക്കുമരങ്ങളും അടങ്ങിയ ഒരു വലിയ വനം പ്രദേശം തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവർ ഈ പ്രദേശങ്ങളിലുള്ള കാട്ടുമൃഗങ്ങളെയെല്ലാം വേട്ടയാടി കൊല്ലുകയും മരങ്ങളെല്ലാം മുറിച്ച് ബ്രിട്ടീഷ് റോയൽ ആർമിക്കുള്ള കപ്പ നിർമ്മിക്കാനായി ബോംബെയിലേക്ക് അയച്ചു തുടങ്ങി. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വനം പ്രദേശം എല്ലാം ഒരു തരിശു ഭൂമി പോലെ മാറിക്കഴിഞ്ഞു. ടോപ്പ് സ്ലിപ്പിൽ നിന്ന് തടി കടത്താൻ മൗണ്ട് സ്റ്റുവർട്ട് ട്രാംവേ വരെ നിർമ്മിച്ചു. ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമൊന്നുമില്ലേ? തള്ളയും കുട്ടിനെയും കാൽപ്പാട് പൊട്ട്മാർക്ക് നമ്മൾ കണ്ടു. അവിടെ തന്നെ ബൈസൻ്റെ കാൽപ്പാടുണ്ടായിരുന്നു. അപ്പം നല്ല ശ്രദ്ധിച്ചു പോകേണ്ട ഏരിയയാണ്. അല്ലേ? ഡീപ്പ് ഫോറസ്റ്റ്. തപ്പടോക്കെ ആ ഓട്ടോ 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 ആ നല്ലൊരു കാഴ്ച. സാധാരണ നമ്മൾ ഒരു പൊത്താ കാണല്, നിറയെ പൊത്ത്. ശരിക്കും നമ്മൾ ഈ കാട്ടിനകത്തുകൂടെ നടന്നു പോകുമ്പോഴാണ്, ആ മരത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ആ മരത്തിൻ്റെ വണ്ണവും വലിപ്പമൊക്കെ ശരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഫോട്ടോസും വീഡിയോസിലും ഒന്നും കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ളൊരു വണ്ണമൊന്നും നമുക്ക് മനസ്സിലാവില്ല. കറിവേപ്പിലേൻ്റെ മരമാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ച് സ്മെല്ല് ചെയ്തപ്പോൾ നമ്മൾ വീട്ടിലുള്ള കറിവേപ്പിലേൻ്റെ ഡബിൾ സ്ട്രോങ് ആണ് ഇതിൻ്റെ സ്മെല്ല്. ഇവിടെ നമ്മൾ ആല് പോലത്തെ ഒരു വലിയൊരു മരം കണ്ടു. അത് ഒരു ഒറ്റത്തടി മരം പോലെയല്ല നമുക്കിത് കാണുമ്പോൾ തോന്നുന്നു. ഒരുപാട് വലിയ വള്ളികൾ ചേർന്നിട്ടൊരു മരം ആയ പോലെയാണ്. പക്ഷേ ഇതിനകത്ത് വേറെ മരങ്ങളെല്ലാം കുടുങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ ഈ ചുരുണ്ടിക്കണല്ലേ. ഒരുപാട് വിവരങ്ങളാണ്. പക്ഷേ ഈ മേഖലയിലേക്ക് വരാൻ വൈകിപ്പോയി സങ്കടം മാത്രമാണ്. എല്ലാവിധ പിന്തുണ ഞങ്ങളുടെ മിസ്കിൽ എല്ലാ കാര്യങ്ങളും തരും. ഓക്കെ, ആശാനെ പറ്റും, ആശാൻ ബ്ലോഗിനെ പറ്റും. നിങ്ങളെ ബ്ലോഗ് ചെയ്താൽ കുറേ നേരം നല്ല തണലിൽ ഇരുട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഇപ്പോഴാണ് ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്നത്. നല്ല വെയിലും വെളിച്ചത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഇതുവരെ 1 മണിക്കൂർ നീണ്ടു നിന്ന് നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് പോയി മാത്രം ഇപ്പോൾ കുറേ കാലത്ത്. അങ്ങനെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെത്തിയപ്പോൾ നന്നായിട്ട് വെയിലുണ്ട്. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗത്ത് മരങ്ങളും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ മുളയുടെ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു ഗുഹ പോലെ ഉണ്ട്. ഇതൊരു നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇതിനകത്ത് കയറി ഇരിക്കാവുന്ന സൈസിലുള്ള ഇതാണ്. അതിനകത്തുള്ള കാതിൽ, മരത്തിൻ്റെ ആ കാതിൽ കംപ്ലീറ്റ് കേട് വന്നിട്ട് അവിടെ ഒരു വലിയൊരു ഹോൾ മാതിരി ആയതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആ മരത്തിൻ്റെ ഒരു തോല് മാത്രമാണ്. പുള്ളിപ്പുലിൻ്റെ ലെപ്പേഡിൻ്റെ മലയാണത്. നമ്മൾ ചീരൊക്കെ കഴിച്ച മാതിരി ഒരു മൃഗങ്ങളെ കഴിച്ചത് അതിൻ്റെ രോമങ്ങളടക്കം കുറച്ച് പഴക്കണ്ടായി. ഇവിടെ നിറ സാന്നിധ്യമാണ്.
പറമ്പിക്കുളത്ത് ഏകദേശം 130ഓളം ലിപ്പോർഡുകളുണ്ട്. ലിപ്പോർഡ് ടൈഗേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു ഇതാണ് ക്രാക്ക് മാർക്കാണ്. ഒരുത്തരം ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിയിൽ മറ്റുള്ളവർ വരാൻ അവർ സമ്മതിക്കില്ല. മാർക്ക് ചെയ്ത് പോയതാണ്. മറ്റുള്ളവർ ഇത് അവരുടെ ഏരിയ ആണെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഏരിയ ഉണ്ടാവും, ഇതിനുള്ളിൽ അവരുടെ ഏരിയ ഉണ്ടാവും. ഇവിടെ മറ്റുള്ളവർ അത് മാറി പോകണമെന്നുള്ളതാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ഏരിയ കാര്യങ്ങളൊക്കെ അങ്ങനെ മാർക്ക് ചെയ്ത് പോയതാണ്. വഴി മരത്തിന്റെ തൊലി അങ്ങനെ ചെത്തി വെക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് കണ്ട് അപ്പോൾ ഇവർ ഒറ്റ കൂട്ടായിട്ടല്ല പോകലല്ലേ, അങ്ങനെ ഒരുപാട് പേര് ഗ്യാങ് ആയിട്ട് പോയിട്ട് ഓരോ ഏരിയയിലേക്ക് പോകാമല്ലേ? ആ നമ്മൾ ഒരു ബൈക്ക് പോകുമ്പോൾ ഇപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിൽ പോകണം. ഓക്കെ. ബാക്കിൽ കുറച്ച് ദൂരം വരണം. നിങ്ങളിങ്ങനെ ഈ കാട്ടിലേക്ക് ഇതിനൊക്കെ ഇവർ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ നേരിട്ട് വളരെ അടുത്തുനിന്നൊക്കെ കാണുമ്പോൾ എന്താണ് ഓടി രക്ഷപ്പെടാൻ തന്നെ? ഒരാളപ്പോൾ നോക്കും, നമ്മളെ നേരത്തെ പറയണ ഓടുക തന്നെ. ഓക്കെ ഓക്കെ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതുവരെ ഇവിടെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തതായിട്ട് ഉണ്ടല്ലേ? മനുഷ്യന്മാരൊക്കെ അറ്റാക്ക് ചെയ്ത് തന്നെ ആന 2-3 പേരൊക്കെ കൊന്നിട്ടുണ്ട് അല്ലേ? കരടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈഗർ മറ്റേ അങ്ങനെയൊന്നും ടൈഗർ പിന്നെ പൊതുവെ കുറച്ചൊരു അതെ അത് ഇത്തിരി നമ്മുടെ അടുത്തേക്കൊന്നും അത്ര ഇല്ല. ലെപ്പേർഡ് നേരെ തിരിച്ചാണല്ലേ? അതെ അതെ. അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വരും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വന്നാലും പട്ടീനെ പിടിക്കാനൊക്കെ വരും. പക്ഷെ നമ്മളെ കണ്ടാലും അത് മാറിയിട്ടുണ്ട്. കരടി എങ്ങനെ ആളുകളെ ആക്രമിക്കുക മാത്രമാണ്, അതാ തിന്നില്ലല്ലോ? നമ്മളെ ചത്ത അവിടെ കളഞ്ഞിട്ടത് പോകുന്നു. ഓക്കെ ഓക്കെ. കരടിയാണ് തോന്നുന്നത് ഭയങ്കര പ്രശ്നക്കാരൻ തോന്നുന്നല്ലേ? ഇത് പുലിയുടെ കാസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഇതുപോലത്തെ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇത് പുലി കുരങ്ങിനെ തിന്നിട്ട് അത് വിസർജ്യം ഒഴിവാക്കിയതാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പഴക്കമുള്ളതാണ്. അതായത് കുരങ്ങിൻ്റെ രോമം അതുപോലെ തന്നെ കുരങ്ങിൻ്റെ നഖം വരെ ഇതിന് ഈ മലത്തിലുണ്ട്. കാരണം ഈ ഡൈജസ്റ്റ് ആവാത്ത ഭാഗം അതിലേക്ക് മലത്തിൻ്റെ കൂടെ വന്നതാണ്. രണ്ട് ഗൈഡുമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരാൾ മുമ്പിലുണ്ട്, ഒരാൾ ബാക്കിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ചെറിയ ചെറിയ ഗ്യാങ്ങുകളായിട്ട് ഒരു 4-5 പേരായിട്ട് ഏകദേശം ഒരു 25-30 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങിയ ഇലയിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ശബ്ദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കൊക്കെ ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് മാറിപ്പോവാൻ പറ്റും. മട്ടിമരം എന്നാണ് ഈ മരത്തിൻ്റെ ശരിക്കുള്ളൊരു പേര്. ഇതിൻ്റെ തൊലി കണ്ടാൽ നമുക്ക് ഈ മുതലയുടെ പുറത്തുള്ള തൊലി പോലെ തോന്നും. അതുകൊണ്ട് ഇതിനെ ക്രോക്കോഡൈൽ മട്ടി ട്രീ എന്നും പറയും. അപ്പോൾ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിന് ഒരുപാട് ഒരു വാട്ടർ ടാങ്കിലെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് പോലെ വെള്ളം ശേഖരിക്കാനുള്ള കഴിവുള്ള ഒരു മരമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ആദിവാസികളൊക്കെ കാട്ടിലേക്ക് ഇതിനൊക്കെ പോകുമ്പോൾ, അതായത് വേട്ടയാടാനും അതുപോലെ കാട്ടിൽ തേനെടുക്കാനൊക്കെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഈ മരത്തിൽ ഒരു ഓട്ടയാക്കിയിട്ട് അതിൻ്റെ തൊലിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു ഓട്ടയാക്കിയിട്ട് അതിൽ നിന്നും വെള്ളം ഒക്കെ എടുത്ത് കുടിച്ചിട്ടാണ് ദാഹം ശമിപ്പിക്കാറ്.
ಸೈಡಲ್ಲಿ ನಿಂತವ ಮತ್ತೆ ಮರ ಬೆಳೆದು ಕರೆದ್ರೆ ನೀರು ಬರ್ತದೆ ಅದರಿಂದ 5 ഇത് ആറമ്പുളി. ഇതിൻ്റെ നാര് ഭയങ്കര പവർഫുള്ളാണ്. പണ്ട് കാലങ്ങളിൽ ഈ വേലി കെട്ടാനൊക്കെ ഇതിൻ്റെ നാര് പൊളിച്ചെടുത്തിട്ടാണ് കെട്ടിയിരുന്നത്. കാരമുള്ള് അല്ലേ? പണ്ട് കാലത്ത് കാത് കുത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന മുള്ളാണ് ഇട്ടത്. ഇത് നമ്മുടെ നാട്ടിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഇതിൻ്റെ ഈ അത്രയും ഷാർപ്പാണ് ഇതിൻ്റെ എൻഡ്. നമ്മുടെ ഒരു കാത് കുത്തുന്ന മെഷീനേക്കാളും ശരിക്ക് അത്രയും ഷാർപ്പാണ്. പണ്ട് കാലങ്ങളിലെ കാത് കുത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഒരു നല്ല രസമായിട്ട് തോന്നും ഈ ട്രക്കിങ്ങൊക്കെ. പക്ഷേ ഇവിടുത്തെ ഈ വാച്ചർമാരുടെയൊക്കെ ജോലി എന്ന് വെച്ചാൽ ഡെയിലി തന്നെയാണ് ഈ കാട്ടിനകത്ത് കൂടെ പോയി ഒരേ റൂട്ടിൽ സ്ഥിരം പോലെ തന്നെയാണ് ഇവരൊക്കെ ജോലി. പിന്നെ അവരുടെ ജോലി ആയതുകൊണ്ട് ചെയ്യല്ലാതെ നിവൃത്തില്ലല്ലോ. ഇത് നീർക്കടമ്പ് എന്ന് പറയുന്ന മരമാണ് കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്താണ്? അത്രേ ഉള്ളൂ, അല്ലാതെ ഔഷധ ഗുണങ്ങളൊന്നുമില്ല. എന്താണ് കഴിച്ചവർ? ഇത് ഈ മരത്തിൻ്റെ മുകളിലുള്ള കായ്കളൊക്കെ അതിന് കുരു തന്നെയാണ് ഇതില്ലേ? അതിൻ്റെ കുരു, മറ്റേ ഡൈജസ്റ്റ് ആവാത്ത ഭാഗങ്ങൾ അവിടെ ഇതുണ്ടല്ലേ കാട്ടുപോത്ത് കുത്തിയാടാണ്ടില്ലേ? കാട്ടുപോത്തിന് കൊമ്പുകൾ കുത്തിയടയാളം കാണാത് നമുക്ക് കാണാമോ? അത് കാട്ടുപോത്താണോ മാനാണോ എന്ന് അല്ല. പിന്നെ ഇവിടെ വെച്ചിട്ടേ കണ്ടില്ലേ ഒരതിയിട്ട് നല്ല മിനുസായിട്ടുള്ള കാട്ടുപോത്തിന്റെ കൊമ്പ് കുത്തിയ അടയാളങ്ങളാണ്. അതിനിപ്പോൾ ആനയാവാം, ആന ആവാനും സാധ്യത. കാരണം ആ മിനുസം കണ്ടില്ലേ? ആന തന്നെയാണ്, കുറയില്ല. അടിയിലൊക്കെ കാട്ടുപോത്തിന് പുലിമാന്റെ അടയാളമാണ് കേട്ടത്. ഒരു കടുവ നിന്നാണ്ട് കടുവയാണോ പുലിയാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും കടുവൻ്റെ ഒരു ഹൈറ്റും ആ ഒരു 4-5 വിരലിൻ്റെ ഒരു അടയാളം. സമാപ്തിയിലേക്ക് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ? 10 മണിക്ക്. ഇപ്പോൾ എത്രയായി സമയം? 1 മണി, 1, 2, 3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ? 3 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 7 കിലോമീറ്റർ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞു. ഏകദേശം നമ്മളുടെ ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ശരിക്ക് ഒരു അരുവി പോലെയാണുള്ളത്. പക്ഷെ ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. വെള്ളം ഇല്ല, പക്ഷെ ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനും ഇതിനൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഇത് ശരിക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാറയുടെ കിടപ്പ് കണ്ടാൽ നമുക്കൊരു മരം വീണ് കിടക്കുന്നതാണ് പോലെയാണ് കുറച്ച് ദൂരത്തു നിന്നൊക്കെ നമുക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ അടുത്തെത്തുമ്പോഴാണ് ഇതൊരു പാറയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പിന്നെ ഇതിനകത്ത് കൂടെ ഒരു മരം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ വേരൊക്കെ ഇതിന് താഴത്ത് കിടക്കുമ്പോൾ ശരിക്കും ഒരു മരം വീണ് കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ കാടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വേണ്ടുവോളം ആസ്വദിച്ചു. കാടിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക്. അപ്പോൾ ഈ സമയത്ത് ഈ കാട് നമുക്ക് ഇന്നിങ്ങനെ കാണാനും കാടിനെക്കുറിച്ച് അറിയാനും ഈ ആവാസ വ്യവസ്ഥ ഇങ്ങനെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനും ഒക്കെ ഒരു മനുഷ്യനോട് നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടതുണ്ട്. ഹ്യൂഗോ ഫ്രാൻസിസ് ആൻഡ്രൂ വുഡ് എന്ന സ്കോട്ട്ലൻഡുകാരനാണ് അദ്ദേഹം. 1915 കോയമ്പത്തൂരിൽ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് അദ്ദേഹത്തെ ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള മരങ്ങളെല്ലാം, ഈ കാട്ടിനകത്തുള്ള മരങ്ങളെല്ലാം വെട്ടി ഇവിടുത്തെ മൃഗങ്ങളെല്ലാം വേട്ടയാടി കൊന്നൊടുക്കിയിട്ട് ഇവിടെ ഒരു തരിശു ഭൂമിമാരി ആയി കിടക്കുന്ന സമയത്താണ് കോയമ്പത്തൂരിൽ ചാർജ് എടുക്കുന്നത്. അങ്ങനെ 1926 അദ്ദേഹം ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് പ്രൊമോഷനായ സമയത്ത് ഈ വെസ്റ്റേൺ ഗഡ്സിൻ്റെ
പച്ചപ്പും അവിടുത്തെ മരങ്ങൾ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും പിന്നീട് വനം നശീകരണത്തിനെതിരെ അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ എന്നും രാവിലെ 4 പോക്കറ്റുള്ള ഒരു കുപ്പായം ഇട്ട് ആ പോക്കറ്റിലെല്ലാം തേക്കിൻ്റെ വിത്തുകൾ നിറച്ച് രാവിലെ അദ്ദേഹം ഈ ഭാഗങ്ങളിലെല്ലാം നടന്ന് കയ്യിലൊരു വടിയും ഉണ്ടാക്കും. അങ്ങനെ തേക്കിൻ്റെ വിത്തുകൾ പാകി ഇതൊരു പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആക്കിയെടുത്തതാണ്. ഈ ഭാഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന നിബിഡമായ വനം ഹ്യൂഗോ വുഡ് എന്ന മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം നീലഗിരി ജില്ലയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആനമലയിലുള്ള ടോപ്പ് സ്ലിപ്പിലാണ് സംസ്കരിച്ചിട്ടുള്ളത്. ശവകുടീരമൊക്കെ നമുക്ക് അവിടെ ഇന്നും പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഹ്യൂഗോ വുഡ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ചുറ്റും നോക്കൂ എന്നാണ്. കാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു മരണമടഞ്ഞ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു ഹ്യൂഗോ ഫ്രാൻസിസ് ആൻഡ്രൂ വുഡ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമാണുള്ള 2 വ്ളോഗേഴ്സ് മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കടുവകൾക്കും പുലികൾക്കൊക്കെ വെറുതെ ഇഷ്ടമില്ലാത്തൊരു അപ്പോൾ നമ്മളെപ്പോലെ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടി റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ഓരോ വ്ളോഗും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരു 3 മണിക്കൂർ നേരത്തെ ട്രെക്കിങ്, ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ച 1 മണിയാണ്. അപ്പോൾ ഇനി അടുത്തുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ ക്യാൻറ്റീനിൽ ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പരിപാടികൾ വരുന്നത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, തിരിച്ചു പോവുക. എന്തായാലും നമുക്ക് കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കാട്ടിലേക്ക് പോവുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാടിനെക്കുറിച്ച് അറിയുക, കാടിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുക എന്ന് മാത്രമാണ്. അതിനിടയിൽ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആനിമൽ സൈറ്റിങ്സൊക്കെ കിട്ടും. ക്യാൻറ്റീനിൽ നമുക്കുള്ള ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി നാട്ടിലേക്ക് തിരിക്കാനാണ് പരിപാടി. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണാം. ഇവിടുത്തെ അക്കോമഡേഷനും ഇവിടേക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുത്തെ ഫീസ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ പറമ്പിക്കുളം എപ്പിസോഡ് അവസാനിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.